SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേട്ടറ്റ് എക്സാം എഴുതണം എന്നുദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു കേട്ടറ്റ് ഇപ്പോൾ ലാസ്റ്റ് നടന്ന കേട്ടറ്റ് എക്സാമിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. 1 മാർക്കിനാണ് പോയത്, 2 മാർക്കിനാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ 1 മാർക്കിന് പോയാലും 2 മാർക്കിന് പോയാലും എന്താണ്, നമ്മൾ കേട്ടിട്ട് ക്വാളിഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പലർക്കും ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് വലിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പം വിളിച്ച HSA സോഷ്യൽ സയൻസ് ആണ് അല്ലേ. കേട്ടിട്ട് കാറ്റഗറി ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമാണ്, കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമാണ് HSAക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഈ ഒരു ലാസ്റ്റ് ഇത് കിട്ടാതെ പോയപ്പം പലർക്കും ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇനി കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വല്ല നേട്ടവും ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ HSA കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേട്ടിട്ട് എന്ന് പറയുന്നത് നമ്മൾ HSA എഴുതാനായാലും മറ്റെന്ത് കാര്യത്തിനായാലും നമുക്ക് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് BEd ഓർ TTC കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇത് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് അതുപോലെ സെറ്റ് ഹിസ്റ്ററിക്കും വേണ്ടിയിട്ട് നമ്മളൊരു PDF ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു എമൗണ്ടിനാണ് വാട്സാപ്പിലൂടെ ഡെയിലി മോർണിംഗിൽ ക്ലാസ് അയച്ചു തരുന്ന അല്ലെങ്കിൽ നോട്ട്സ് അയച്ചു തരുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ചെറിയൊരു എമൗണ്ടിന്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു ബാച്ച് നമ്മൾ 2 ഡേയ്സിനുള്ളിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേട്ടിട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു BEd TTC കഴിഞ്ഞാൽ ആ ഒരു ടീച്ചിങ് മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ഈ ഒരു കേട്ടിട്ടാണ്. ഓക്കെ, കേട്ടിട്ടോ സെറ്റും തന്നെയാണ്. അപ്പോൾ ഇതിൽ കേട്ടിട്ട് കാറ്റഗറി UP വർക്ക് ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്? കേട്ടിട്ട് കാറ്റഗറി 2 ആവശ്യമാണ്. ഹൈസ്കൂളിൽ വർക്ക് ചെയ്യണമെങ്കിൽ കേട്ടിട്ട് കാറ്റഗറി 3യും ആവശ്യമാണ്. അപ്പോൾ ഇതിൽ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ നിർബന്ധം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണ്? കേട്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ HSA എഴുതാൻ പറ്റാത്തവരുണ്ടാവും, അതെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ അവർക്കെല്ലാം ഇനിയും എന്ത് സാധ്യതകളുണ്ടാകും? നമുക്ക് താൽക്കാലികമായിട്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ നമുക്ക് അവിടുന്ന് ഓരോ മാസവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈസ്കൂളുകളിലായാലും UP സ്കൂളുകളിലായാലും ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? കേട്ടിട്ട് മസ്റ്റാണ്. കേട്ടിട്ടില്ലാതെ നമുക്ക് പോയാൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കേട്ടിട്ടുള്ളവർക്കായിരിക്കും അവിടെ മുൻഗണന. അപ്പോൾ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. കേട്ടിട്ട് ക്വാളിഫൈ ചെയ്ത് നമുക്ക് ഇത്തരം സ്കൂളുകളിൽ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു PSC വിളിക്കുന്നത് വരെ. നെക്സ്റ്റ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു നേട്ടം അടുത്ത LP UPക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ ഇപ്പം ഈ ഒരു ലാസ്റ്റ് കേട്ടിട്ട് കിട്ടാതെ പോയവർ അതിന് മുന്നേ ഉള്ള കേട്ടിട്ടുകൾ അല്ലെങ്കിൽ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ കാണാത്തത് കൊണ്ട് മാത്രമായിരിക്കാം അവർക്ക് ഈ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റിന് ഇത്ര വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളൊരിക്കലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത LP UP വിളിക്കുമ്പോഴേക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്താൽ മതിയല്ലോ എന്ന് ചിന്തിക്കരുത്. എത്രയും നേരത്തെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ ക്വാളിഫൈ ചെയ്യുക. ഓരോ തവണയും എക്സാം വരുമ്പോൾ എക്സാമിൻ്റെ ടഫ്നെസ് കൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു BEd കഴിഞ്ഞ ആളാണ്, TTC കഴിഞ്ഞ ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഈ പറഞ്ഞ HSAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വന്നത് ഈ ലാസ്റ്റ് ടൈമിൽ അവർക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ്. അതിന് മുന്നേ അവർ ക്വാളിഫൈ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ ഈ ലാസ്റ്റ് സമയത്ത് വെച്ചിട്ട് ഈ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും നേരത്തെ ഇത്തരം എക്സാംസ് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് കാറ്റഗറി 1, 2, 3, 4 ഏതോ ആവട്ടെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കോഴ്സ് ഞാൻ മനസ്സിലാക്കിയത് പലരും ഈ ഒരു BEd അല്ലെങ്കിൽ DLEd കോഴ്സിന് കൂടെ തന്നെ കേട്ടിട്ട് എഴുതുന്നവരുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. ഇനിയും അത് കോഴ്സ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി നിങ്ങൾ അല്ലെങ്കിൽ ഇത്തവണ ഞാൻ എഴുതുന്നില്ല, ഇനി അടുത്ത തവണ എഴുതാമെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾ മാറ്റി വയ്ക്കരുത്. എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു രണ്ടാമത്തെ സാധ്യത അടുത്ത LP UPക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക്
ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഈ ഒരു കേട്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം കേട്ടിട്ട് എക്സാം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ഡേറ്റ് ഏകദേശം അടുത്ത് വന്നു കഴിഞ്ഞു. ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല, പക്ഷേ നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയം അടുത്ത് കഴിഞ്ഞു. നമ്മൾ മുന്നേ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്ഡേറ്റുകൾ വീണ്ടും നമ്മൾ ചെയ്യും. ഇതുപോലെ അവർ പരീക്ഷാഭവനിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. എത്രയും നേരത്തെ തന്നെ കേട്ടിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനി ഒരവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഏറ്റവും നേരത്തെ പഠിക്കാൻ പറ്റിയാൽ അത്രയും നേരത്തെ തന്നെ പഠിച്ച് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയും നിങ്ങൾ മാറ്റി വെക്കാതെ നേരത്തെ തന്നെ പഠിച്ച് ഈ ഒരു എക്സാമിനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തവണ തന്നെ നിങ്ങൾ പാസ്സാവും എന്നുള്ളത് ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.